ഇപ്പോൾ ഈ മുനമ്പം വിഷയം അതാണ് പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് KVS പറയുന്നു. അതിന് CPI തന്നെ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തോട് എങ്ങനെയാണ് അതിൽ നടപടി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് അതിനുള്ള മറുപടി എന്ന് താങ്കൾ കേൾക്കുകയും ചെയ്തു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? സ്മൃതി, എനിക്കൊരു അല്പസമയം തരണം. കാരണം സജീഷിനും KVS ഹരിദാസും ഒക്കെ ഈ ചർച്ചയിൽ വളരെയധികം സമയമെടുത്തു. ഞാൻ അല്പമൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം KVS ഹരിദാസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ആടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആടുകളെ നയിക്കുന്ന നല്ല ഇടയനെക്കുറിച്ചും ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. BJP അക്ഷരാർത്ഥത്തിൽ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്ന് കേരളത്തിൽ നല്ല രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. രാജ്യത്ത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും നിയമസഭകളിലും ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞ ആളുകളാണ് BJP. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം പാർലമെൻറ്റിനകത്തും നിയമസഭകളിലും വരുമ്പോൾ ആർക്കാണ് പ്രാതിനിധ്യം കിട്ടുന്നത്? അവിടെ വരുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളാണ്. ആ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഭരണഘടനാ ഭേദഗതി വരുത്തി ആ പ്രാതിനിധ്യം എടുത്ത് കളഞ്ഞ ആളുകളാണ്. ഇപ്പോൾ ഇവിടെ മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യത്തെക്കുറിച്ച് ഇപ്പോൾ അല്പം മുമ്പ് അദ്ദേഹം ഇവിടെ വലിയ പ്രസംഗം നടത്തുന്നത് കേട്ടു. ഇനി മറ്റൊരു കാര്യം പറയാം. രാജ്യത്താകമാനം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ പള്ളികളും സ്കൂളുകളും ആശുപത്രികളുമൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് BJPയുടെ ഭരണത്തിന് കീഴിലാണ്. ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഇന്നേ ദിവസം മണിപ്പൂരിൽ 12 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ കലാപം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്നിട്ടുള്ള കലാപം 100 കണക്കിന് ആളുകൾ മണിപ്പൂരിൻ്റെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടത്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടത്, ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടതൊക്കെ രാജ്യം കണ്ടതാണ്, രാജ്യം ചർച്ച ചെയ്താണ്. മണിപ്പൂരിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവിടെ വിധി എഴുതുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കർണാടകയിലെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പാർട്ടിയുടെ ചുമതല. അവിടെ ചെല്ലുമ്പോൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും അവിടെ ഒരു ക്രിസ്തുവിൻ്റെ ഒരു രൂപം, നമ്മൾക്കൊക്കെ അറിയാം, ഇവിടെയൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പം ക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടാവും. അവിടെ ചിലപ്പം അവിടെ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ആ ക്രിസ്തുവിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു കുരിശ് രൂപമോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലി തകർക്കുന്ന RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ ആളുകൾ കർണാടകയിൽ അവിടെ തകർത്തത് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണ്. അവിടെയുള്ള ഈ കേരളത്തിന് പുറത്ത് ക്രൈസ്തവ വിഭാഗങ്ങളോട് ഇവർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ നല്ല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ ക്രൈസ്തവ പ്രേമം എന്തുകൊണ്ടാണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കാൻ ഇവിടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്കും മതനിരപേക്ഷരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എന്നുള്ളത് വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി മുനമ്പത്തെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുനമ്പത്തെ വിഷയം ഞാൻ പറയാം. ഇപ്പം മുനമ്പത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. മുനമ്പത്തെ സംബന്ധിച്ച് UDFും കോൺഗ്രസും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് മുനമ്പത്തെ ഒരാളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസും UDFും ആർജവത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭൂമിയിൽ അവിടെ വഖഫിന് യാതൊരു തരത്തിലുമുള്ള അവകാശവും അവർക്ക് ന്യായമല്ല എന്നും ആ അവകാശവാദം പിൻവലിക്കപ്പെടേണ്ടതാണ് എന്നും അവിടെയുള്ള താമസക്കാരെ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നും അവരുടെ റവന്യൂ അവകാശങ്ങൾ ഉൾപ്പെടെ പുനഃസ്ഥാപിച്ച് കൊടുക്കണമെന്നും കോൺഗ്രസ് UDFും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതും കൂടെ വ്യക്തമാക്കണമല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് സമാനമായ വിഷയം ഉയർന്നു വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള വഖഫായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ വഖഫിനെ അതിനെ അനുവദിച്ചില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടെ കർഷകരുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ അപ്പോൾ തന്നെ അത് പിൻവലിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു. ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട്, അവിടെ നോട്ടീസ് ഏതെങ്കിലും കർഷകർക്കോ അല്ലെങ്കിൽ വഖഫിൻ്റെ പേരിൽ അത്തരത്തിൽ നോട്ടീസ് അയച്ചാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യാണ് കർണാടകയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ വിഷയം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ മുനമ്പം വിഷയത്തെ വർഗീയമായിട്ട് കേരളത്തിൽ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഹരിദാസിനെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ BJPയെ പോലുള്ള ആളുകൾക്ക് മുതലെടുപ്പ് നടത്താനായിട്ടും വർഗീയ ചേരിതിരിവുണ്ടാക്കാനുമുള്ള അവസരമാണ് സർക്കാർ അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫിനെ കൊണ്ട് ഒരു നാഴിക നേരത്തെ അവിടെ നോട്ടീസ് പിൻവലിക്കുകയും ഈ കേസ് ചർച്ചയിലൂടെ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു നാഴിക നേരത്തെ ഇത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ്. ഡിബേറ്റ്
with Smriti Parathikkad.